ഞാൻ പറയാ ഒരു കോമൺ പ്രിസ്പിറ്ററി സംവിധാനം കൊണ്ടുവരേണ്ട കാലം അതിക്രമിച്ചു. ഞാൻ ഹോസൂർ രൂപതയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, കേരളത്തിലെയും രൂപതകളിൽ ഒരു രണ്ടോ മൂന്നോ പള്ളികൾ, 3 പള്ളികൾ ഒരുമിച്ച് ആ പള്ളികളുടെ നടുഭാഗത്തായിട്ട് ഒരു ചെറിയ സ്ഥലം കണ്ടിട്ട് ചെറിയ വീട്, ഈ 3 പള്ളികളും ഓൺ ചെയ്യുന്നൊരു വീട്, 3-4 മുറികളായിട്ട്. അത്രയും വലിയ പ്രശ്നമൊന്നുമല്ല അത് ഇന്നത്തെ കാലത്ത്. എന്നിട്ട് ഈ അച്ഛന്മാർ, ഈ 3 ഇടവകയിലെ ഇടവക വികാരിമാർ ഒരുമിച്ച് ആ വീട്ടിലായിരിക്കണം താമസിക്കുന്നത്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഒരച്ഛനും പ്രയാസനും സപ്പോർട്ട് കൊടുക്കുന്നു. ഒരു ഇടവകയിൽ പ്രശ്നം ഞാൻ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് 3, 4, 5 ആവാട്ടാ. ഞാനൊരു 3 എക്സാമ്പിൾ പറഞ്ഞതാണ്. പണ്ട് ഓരോ ഇടവകകളിലും ഒരു അച്ഛൻ തനിച്ച് വേണ്ടിയിരുന്നു. കാരണം ആ ഇടവക ഗ്രാമീണ അന്തരീക്ഷമാണ്. ആ ഇടവകക്കാർ ഒരാൾക്ക് ഒരു ഇംഗ്ലീഷ് ലെറ്റർ വായിക്കണമെങ്കിൽ അച്ഛൻ്റെ അടുത്ത് വരണം. ഇപ്പം നേരം വെളുത്ത് കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇന്ന് കാലമൊക്കെ മാറി. എത്ര കാലം കറക്റ്റത്തിന് മാറ്റം വന്നറിയാം, എത്ര നാളായിട്ട്. നമ്മൾ പണ്ടത്തെ ട്രഡീഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരച്ഛൻ ഒരു ഇടവക വികാരിയായിട്ട് ഒരു മുറിയിൽ ഇങ്ങനെ തനിച്ച്. പണ്ടാണെങ്കിൽ കുച്ചിനിക്കാരുണ്ടായിരുന്നു, ഇപ്പോൾ കുച്ചിനിക്കാരനും ഇല്ല. ഇതെന്തിനാ നേരം വെളുത്ത് അന്ത്യാവോളം ഇങ്ങനെ ഒരാൾ ഇരിക്കുന്നതെന്നുള്ളതാണ് വേറെ ചിന്ത ഇന്നത്തെ കാലഘട്ടത്തിൽ. ഈ 3 അച്ഛന്മാർ ഒരുമിച്ച്, ഈ അച്ഛൻ ഫ്രീ ആണല്ലോ, സ്കൂട്ടറോ കാറോ ഉപയോഗിക്കാത്ത അച്ഛന്മാരില്ല. കുർബാനയ്ക്ക് വരിക, പിന്നെ പകൽ ആവശ്യമാണ് നിന്നോട്ടെ, വൈകുന്നേരം ഒരുമിച്ച് വന്നു. ഇനി ലേറ്റ് ആയിട്ട് വേണമെങ്കിൽ വന്നാൽ കുഴപ്പമില്ല. ഒരാളുടെ കീഴിലല്ല. ഈ 5 അച്ഛന്മാർ, ഇപ്പം 5 അച്ഛന്മാർ ഒരുമിച്ച് താമസിക്കുന്നുണ്ടെങ്കിൽ, കോമൺ പ്രിസ്പിറ്ററിൽ താമസിക്കുന്നുണ്ടെങ്കിൽ, അവർ ഒരുമിച്ച് താമസിക്കുന്നു കൂട്ടായ്മയിൽ. എവരിബഡി ഈസ് ഇൻഡിപെൻഡന്റ്.